സ്വാഗതം. ടോപ്പ് 10ലേക്ക്. സമഗ്രമായ ഒരു വാർത്താ ദിവസം തന്നെയാണ് ഇന്നും. ഈ കപ്പൽ അങ്ങനെ മുങ്ങുന്നതല്ല, അടിത്തറ വളരെ സ്ട്രോങ് ആണ്, ഭരണവിരുദ്ധ വികാരവുമില്ല. ഇതാണ് ചുരുക്കത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPMന്റെ താത്വിക അവലോകനം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് തോറ്റു എന്ന നേതൃത്വത്തിൻ്റെ നേരായതും ലളിതവുമായ വിശദീകരണത്തിന് കാത്തിരിക്കുകയാണ് അണികൾ. കൂട്ടിയും കിഴിച്ചും കണക്കുകളൊക്കെ നിരത്തി. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ഉറപ്പിക്കുന്നു മൂന്നാം വട്ടവും LDFന് തന്നെയാണ് സാധ്യതയെന്ന്. എന്തായാലും അവസാന നിമിഷം വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. മറ്റൊന്ന്, വിവരശേഖരണവുമായി ബന്ധപ്പെട്ടാണ്. അതുണ്ടാകുമ്പോൾ, അത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ അത് ഒരുപക്ഷെ വളരെ ഗുരുതരമാണ്. 25 ലക്ഷം പേർ കരടിന് പുറത്ത് എന്ന് പറയുമ്പോൾ അതത്ര നിസ്സാരമായിട്ടല്ല കാണേണ്ടത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM. ഇടതുമുന്നണി മുങ്ങുന്ന കപ്പലല്ലെന്നും സ്വർണ്ണക്കൊള്ളയിലെ പ്രചരണം സ്വാധീനിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ. പരാജയം സമഗ്രമായി വിലയിരുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് BJP ധാരണയെന്നും CPM. പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയെന്ന് ബിനോയ് വിശ്വം. മുന്നണി വിപുലീകരണത്തിൽ UDFൽ ഭിന്നാഭിപ്രായം. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ചർച്ചകൾ നടക്കുന്നില്ലെന്ന് VD സതീശൻ. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനം തള്ളി PJ ജോസഫ്. കോൺഗ്രസിനെതിരെ വീണ്ടും വിമർശനവുമായി ശശി തരൂർ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണം. ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ മോദി അഭിസംബോധന ചെയ്യും. രാസവള ഇറക്കുമതി കരാറിൽ ഒപ്പുവെക്കും. എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്ക് തിരിച്ചു. പഹൽഗാം ഭീകരാക്രമണം പാക് കേന്ദ്രീകൃത ഗൂഢാലോചനയെന്ന NIA കുറ്റപത്രം. ജമ്മു NIA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാക് ഭീകരൻ സാജിദ് ജാട്ട് മുഖ്യ സൂത്രധാരൻ. ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ ഏറ്റുമുട്ടൽ. ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. SIR കണക്കെടുപ്പിൽ സംസ്ഥാനത്ത് 10% വോട്ടർമാർ കരട് പട്ടികയിൽ ഉണ്ടാകില്ല. SIRലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ കക്ഷികൾ. 25 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ ലഭിക്കാത്തതിന്റെ കാരണമെന്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ കോൺഗ്രസും CPMും ലീഗും. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ലോഹം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണ്ണക്കള്ളന്മാർ കണക്ക് പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റ് കവാടത്തിൽ UDF MPമാരുടെ പ്രതിഷേധം. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളി. IFFKയിൽ പ്രതിസന്ധി. 19 സിനിമകൾക്ക് കേന്ദ്രത്തിന്റെ അനുമതിയില്ല. അനുമതി നിഷേധിച്ചതിൽ 4 പലസ്തീൻ പ്രമേയ ചിത്രങ്ങളും സ്പാനിഷ് ചിത്രമായ ബീഫും. കാരണം വ്യക്തമാക്കിയിട്ടില്ലെന്ന് ചലച്ചിത്ര അക്കാദമി. കേന്ദ്ര നിലപാട് ഭയപ്പെടുത്തുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. IFFK വേദികളിൽ പ്രതിഷേധം. രാജ്യതലസ്ഥാനത്ത് ആരാധകരെ ആവേശത്തിലാക്കി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെത്തിയത് സുവാരസിനും ഡി പോളിനുമൊപ്പം പ്രധാനമന്ത്രിയെ കാണാനായില്ല. ഇന്ത്യൻ പര്യടനം പൂർത്തിയാക്കി മെസ്സി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 600 രൂപ കൂടി 99,280 രൂപയായി. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ഓഹരി വിപണിയിൽ വൻ തകർച്ച.
സ്റ്റോറി ഓഫ് ദി ഡേ ഇടുക്കിയിൽ ഡെയ്സി വസന്തം. അംഗം കഴിഞ്ഞു, കൂട്ടലും കിഴിക്കലും ഒക്കെ കഴിഞ്ഞു. ഒടുവിൽ തോൽവിക്ക് എടുത്തു പറയാൻ കാരണങ്ങളൊന്നുമില്ല CPM-ന്. ഭരണവിരുദ്ധ വികാരമില്ല, കപ്പൽ ആടിയുലയുന്നില്ല, വിവാദങ്ങളൊന്നും ബാധിച്ചിട്ടില്ല, അടിത്തറയും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായി? പിന്നെ തിരുവനന്തപുരത്തെ കാര്യമാണെങ്കിൽ അത് BJP കോൺഗ്രസ് അന്തർധാരകൾ സജീവമായിരുന്നു എന്നാണ് ഇന്ന് ചേർന്ന നേതൃയോഗത്തിലെ വിലയിരുത്തൽ. എന്തായാലും നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് ശതമാനം ചൂണ്ടിക്കാട്ടി 3ാം തവണയും തുടർ ഭരണത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിലെ കണക്കുകളിലാണ് കാര്യം. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് തലത്തിലുമുണ്ടായ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നാണ് CPM-ന്റെ അവകാശവാദം. കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ജനവിധിയെ ബാധിച്ചിരുന്നുവെങ്കിൽ BJP മുന്നേറുമായിരുന്നു എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJP ഭരണം നഷ്ടമായത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായ വിജയം ഒഴിച്ചാൽ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി മുന്നേറാനായില്ല. എന്നാൽ കോർപ്പറേഷനിലെ BJP മുന്നേറ്റത്തിന് കാരണക്കാർ UDF ആണെന്നും MV ഗോവിന്ദൻ കണക്കുകൾ നിരത്തി ആരോപിച്ചു. BJP 41 സ്ഥലങ്ങളിൽ ജയിച്ചപ്പോൾ 25 വാർഡിൽ UDF-ന് 1000-ൽ കുറവായ വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ LDF-നെ പരാജയപ്പെടുത്താൻ പൊതുവായ ഇടപെടൽ, ഒരു മുന്നണി എന്ന രീതിയിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പൊതുവായ ഇടപെടൽ BJPയും UDF-ഉം നടത്തിയിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം. മധ്യ കേരളത്തിലും മലപ്പുറത്തുമാണ് LDF-ന് തോൽവിയുണ്ടായതെന്ന് CPM വിലയിരുത്തുന്നു. കൊല്ലം കോർപ്പറേഷനിലെ പരാജയം പ്രത്യേകം പരിശോധിക്കും. ജില്ലാതലങ്ങളിൽ പാർട്ടി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തും. 3ാം തവണയും LDF തുടർഭരണമുണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണുന്നുണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയെന്ന് അദ്ദേഹം പറയുകയാണ്. ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയവും പരിശോധിച്ച് ശക്തമായി തിരിച്ചുവരും. തെറ്റുകളുണ്ടെങ്കിൽ കണ്ടെത്തി ആത്മാർത്ഥമായി തിരുത്തും. കമ്മ്യൂണിസ്റ്റുകാർ നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും ശൈലിയും പ്രധാനപ്പെട്ടതാണെന്ന് MM മണിയുടെ വാക്കുകളെ പരോക്ഷമായി സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത്. ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ കമ്മിറ്റികൾ, സെക്രട്ടേറിയറ്റും ഉണ്ട്, എക്സിക്യൂട്ടീവും ഉണ്ട്. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവ തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെപ്പറ്റി പരിശോധിക്കണം. ആവശ്യമായ തിരുത്തലുകൾ വേണ്ടിവരും. ആ തിരുത്തലുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിനൊരു മഹത്വമുണ്ട്. തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അത് സമ്മതിക്കാൻ ഞങ്ങൾ മടിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കുമ്പോൾ, നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ ശൈലി, അതെല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം അതുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തോറ്റു നിൽക്കുന്നു. പക്ഷേ 2010-ൽ ഇതിനേക്കാൾ വലിയൊരു തോൽവി നേരിട്ടിട്ടും ഞങ്ങൾ തിരിച്ചു വന്നു. ഇതാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ഇപ്പോഴുള്ള വോട്ട് നില പരിശോധിച്ചാൽ 2024-ൽ നേടിയ വോട്ട് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ UDF-ന് നേടാൻ കഴിഞ്ഞില്ലെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. നാളെ എന്തായാലും LDF യോഗം ചേരുന്നുണ്ട്. നിലപാട് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. എന്നാൽ വോട്ടിൻ്റെ നില വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപോലെ തുടരുന്നില്ല. 2010-ൽ ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള വോട്ടിൻ്റെ നില വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ 2019-ൽ UDF-ന് ലഭിച്ച വോട്ട് UDF-ന് നേടാൻ കഴിഞ്ഞിട്ടില്ല. 2019
എന്തായാലും CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിയെയും ഒപ്പം CPM-ന്റെ വലിയേട്ടൻ നയത്തിനെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. CPI തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നുവെന്നും ഒറ്റയാൾ പട്ടാളമായി പ്രവർത്തിക്കുന്നുവെന്നും വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മുന്നണിയെ മുഖ്യമന്ത്രി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നും കൂട്ടായ ചർച്ചകൾ നടക്കുന്നില്ല എന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. നാളെ ഇടതുമുന്നണി യോഗം ചേരാനിരിക്കെയാണ് CPI നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപാട് മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഫോർമുലകളിലെ സമവായങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാക്കുമെന്ന് നമ്മൾ നേരത്തെ തുടക്കത്തിലെയൊക്കെ പറഞ്ഞത് തന്നെയാണ്. എന്തായാലും ഈ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമാക്കുകയാണ് UDF. വലിയ പ്രതീക്ഷയാണ് UDF-ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കേരളത്തിൻ്റെ ഭരണം കയ്യിലെടുക്കുമെന്ന്. പക്ഷേ ജോസ് കെ മാണിയെ ചൊല്ലി UDF-ൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ആരുടെയും പിന്നാലെ പോകാൻ തയ്യാറല്ല എന്ന VD സതീശനും കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് PJ ജോസഫും ഒരേ സമയം വ്യക്തമാക്കുകയാണ്. അതേസമയം സമാന ചിന്താഗതിക്കാരെ മുന്നണിയിലെത്തിച്ച് അടിത്തറ ശക്തിപ്പെടുത്തണമെന്ന കുറച്ചുകൂടി വിശാലമായ ഒരു അഭിപ്രായമാണ് മുസ്ലിം ലീഗിന്. ആത്മവിശ്വാസത്തിന് ഊർജം പകർന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടുപിന്നാലെ മുന്നണി വിപുലീകരണത്തിന്റെ നീക്കങ്ങൾ തകൃതിയിലാക്കുകയാണ് UDF. ജോസ് കെ മാണി തന്നെയാണ് മുഖ്യ ചർച്ചാ വിഷയം. UDF കൺവീനർക്കും KPCC അധ്യക്ഷനുമടക്കം കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് ശക്തി പകരണമെന്നാണ് അഭിപ്രായം. എന്നാൽ ജോസഫ് വിഭാഗവും മാണി സി കാപ്പനും എതിർപ്പുമായി രംഗത്തുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് PJ ജോസഫ് ഇത്തരം ചർച്ചകളെ തള്ളി രംഗത്തു വരുന്നത്. പാലാ സീറ്റ് വിട്ടു നൽകില്ലെന്ന് മാണി സി കാപ്പനും നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്നും ആരുടെയും പിന്നാലെ പോകാൻ തയ്യാറല്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുന്നത്. അല്ല, ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതേസമയം സമാന ചിന്താഗതിക്കാർ ഒന്നിക്കണമെന്നും മുന്നണിയിലെടുത്ത് അടിത്തറ ശക്തിപ്പെടുത്തണമെന്നുമാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതിർത്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്. എന്നാൽ ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. 3 മാസം മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കാത്ത പലരും UDF-ൽ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ എന്ന ലോകരാഷ്ട്രത്തെ ലോകം ഇന്ന് നേതൃസ്ഥാനത്താണ് നോക്കിക്കാണുന്നത്. ഭാരതത്തെ, അതിൻ്റെ നിലപാടുകളെയൊക്കെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം 2014 മെയ് മുതൽ ഈ 2025 ജൂലൈ വരെയുള്ള ഒരു കണക്കുകൾ നോക്കിയാൽ 78 രാജ്യങ്ങളിലേക്ക് 90 അന്താരാഷ്ട്ര യാത്രകളാണ് അദ്ദേഹം നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് പുറപ്പെട്ടിരിക്കുന്നു. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇത്തവണ യാത്ര. ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതേസമയം ഒരാഴ്ചത്തെ ജർമ്മനി സന്ദർശനത്തിന് രാഹുൽ ഗാന്ധിയും പുറപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് രാജ്യാന്തര സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദർശനമെന്നാണ് കോൺഗ്രസിൻ്റെ വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് മോദി ജോർദാനിൽ എത്തിയത്. ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ ജോർദാൻ സന്ദർശനം. ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിലാണ് ഈ സന്ദർശനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജോർദാൻ രാജാവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യ ജോർദാൻ ബന്ധങ്ങളിലെ എല്ലാ വിഷയങ്ങളും ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രാദേശിക സംഭവ വികാസങ്ങളും ചർച്ചാ വിഷയമാകും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. തുടർന്ന് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെയും സന്ദർശിക്കും. ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന മോദി എത്യോപ്യയിലേക്കും തിരിക്കും. പ്രധാനമന്ത്രിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണിത്. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് മോദി മസ്കറ്റിലെത്തും. ഒമാൻ സുൽത്താനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഡിസംബർ 16-നാണ് ജോർദാനിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മോദി എത്യോപ്യയിലേക്ക് തിരിക്കുന്നത്.
17-നാണ് പ്രധാനമന്ത്രി ഒമാനിൽ എത്തുന്നത്. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. പ്രധാനമന്ത്രിയുടെ ഒമാനിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശനമാണിത്. സുൽത്താനുമായുള്ള ചർച്ചകൾ തന്ത്രപരമായ പങ്കാളിത്തവും വാണിജ്യ സാമ്പത്തിക ബന്ധവും ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് മോദി പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70 വർഷം തികയുന്ന സമയത്താണ് മോദിയുടെ സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ, കൃഷി, സംസ്കാരം തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങളും സമഗ്രമായി വിലയിരുത്തും. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, അമൃത TV. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം, ആ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ജമ്മുകാശ്മീരിലെ പ്രത്യേക NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 7 പേരാണ് കേസിൽ പ്രതിപട്ടികയിലുള്ളത്. ലഷ്കർ ഇ തോയ്ബ, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നീ സംഘടനകളെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ 8 മാസത്തിനു ശേഷമാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഈ വർഷം ഏപ്രിൽ 22-നായിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നത്. 1597 പേജുള്ള കുറ്റപത്രത്തിൽ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായ പാക് ഭീകരൻ സാജിദ് ജാട്ടിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബ ആസൂത്രണം ചെയ്ത ആക്രമണം TRF വഴി നടത്തിയെന്നാണ് NIA റിപ്പോർട്ട്. ഇന്ത്യക്കെതിരെ നിരന്തരം ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനിലേക്കാണ് കേസിന്റെ ഗൂഢാലോചന നീളുന്നതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞതെന്ന് NIA വ്യക്തമാക്കുന്നു. US-ഉം ഇന്ത്യയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഹഫീസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ലഷ്കർ ഇ തോയ്ബയ്ക്കും ആക്രമണത്തിൽ പങ്കുള്ളതായി NIA കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരർക്ക് അഭയം നൽകിയതിന് ജൂൺ 22-ന് അറസ്റ്റിലായ പർവേസ് അഹമ്മദ്, ബഷീർ അഹമ്മദ് എന്നീ 2 പ്രതികളെയും NIA കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണത്തിന് ഏകദേശം 100 ദിവസങ്ങൾക്കു ശേഷം ജൂലൈ 29-ന് ശ്രീനഗറിൽ ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട 3 ഭീകരരുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. സുലൈമാൻ ഷാ എന്ന ഫൈസൽ ജാട്ട്, ജിബ്രാൻ എന്ന ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി എന്നിവരാണ് ഈ 3 പേർ. രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിനുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ NIA ചുമത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. മജൾട്ട ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലും കോമ്പിംഗ് ഓപ്പറേഷൻസും എല്ലാം നടക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ 3 പേർ സംഘത്തിലുണ്ട് എന്നാണ് വിവരം. ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ജമ്മുകശ്മീർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയത്. തിരച്ചിലിനിടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെച്ചിട്ടുണ്ട്. സൈന്യം ശക്തമായി തിരിച്ചടി നൽകുകയാണ്. SIR ഉയർത്തുന്ന കോലാഹലമൊന്നും ചെറുതല്ല, അതിൻ്റെ വിവാദങ്ങളും. എന്തായാലും ഈ SIR കണക്കെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്ത് 10% വോട്ടർമാർ കരട് പട്ടികയിൽ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ കണക്കുകളിലെ പൊരുത്തക്കേടുകളെല്ലാം രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് 10% പറയുമ്പോൾ 25 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് യോഗത്തിൽ കോൺഗ്രസും CPM ഒക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മരിച്ചുപോയവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാകണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് 25,1012 വോട്ടർമാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് SIR കണക്കെടുപ്പിന്റെ അവസാന ഘട്ടമാകുമ്പോൾ വ്യക്തമാകുന്നത്. ഇതിൽ 6,44,000 പേർ മരണമടഞ്ഞതായി കണ്ടെത്തി. 7,11,000-ലേറെ പേരെ കണ്ടെത്താനായിട്ടില്ല. 1,93,000 പേർ എന്യൂമറേഷൻ ഫോം തിരികെ നൽകാൻ വിസമ്മതിച്ചു എന്നാണ് കണക്ക്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ കണക്കുകളിലെ പിഴവുകൾ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. 25 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോമുകൾ തിരികെ ലഭിക്കാത്തതിന്റെ കാരണമെന്തെന്ന് യോഗത്തിൽ കോൺഗ്രസും CPM-ഉം ലീഗും ഉന്നയിച്ചു. കണ്ടെത്താൻ കഴിയാത്തവരെയും സ്ഥിരതാമസം മാറിയവരെയും ഡ്രാഫ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടെത്താനാകാത്ത 25 ലക്ഷം വോട്ടർമാരുടെ പേരുകൾ BLOമാർക്ക് പരിശോധനയ്ക്ക് കൈമാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം തർക്കമുള്ളവർക്ക് രേഖകൾ ഹാജരാക്കാൻ അവസരം നൽകുമെന്നും അറിയിച്ചു. എന്നാൽ കണക്കുകളിൽ വ്യക്തതയില്ലാത്തതിനാൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ ശ്രദ്ധയിലേക്ക് UDF കൊണ്ടുവന്നിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി പാർലമെന്റിന്റെ കവാടത്തിൽ UDF MPമാർ പ്രതിഷേധിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാട്ട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന് മുന്നിൽ പാടി. കോടതിയുടെ മേൽനോട്ടത്തിൽ ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് MPമാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സജീവമാക്കി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമായി സ്വർണ്ണക്കൊള്ള മാറുമെന്ന് ഉറപ്പായി. അതിന്റെ ഭാഗമായി കൂടിയാണ് പാർലമെന്റിന് മുന്നിൽ UDF MPമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അമ്പലക്കള്ളൻ പിണറായി രാജിവെക്കണമെന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധം. തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വൈറലായ പാട്ടും MPമാർ പാടി. ഡീൻ കുര്യാക്കോസ് MP ആയിരുന്നു പാട്ട് പാടിക്കൊടുത്തത്. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ. കഴിഞ്ഞ ദിവസം MPമാരായ KC വേണുഗോപാലും ഹൈബി ഈഡനും ആന്റോ ആന്റണിയും വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് സത്യം പുറത്തു വന്നതെന്നും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രം അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ലെന്നും ആന്റോ ആന്റണി പറഞ്ഞു. കുറെ കൂടി ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തണം. ഈ അന്വേഷണം കേവലം ഇപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളിൽ മാത്രമായി അവസാനിപ്പിക്കാൻ പാടില്ല. സമാനമായ അന്വേഷണം മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് നീളണം. കാരണം എങ്ങനെയാണ് നിരീശ്വരവാദികളായ ആളുകൾ വിശ്വാസികളെയും അവരുടെ വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധമായി സ്വർണ്ണക്കൊള്ള UDF ഉപയോഗിക്കുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായ മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹം തുടക്കം മുതൽ നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. കോടാനുകോടി ഭക്തരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച സംഗതിയാണ് സ്വർണ്ണക്കൊള്ള. മുൻ മന്ത്രിമാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ദേവസ്വം പ്രസിഡന്റുമാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. തൊണ്ടി മുതൽ പുറത്തു വന്നാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായിട്ടുള്ള മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ പങ്ക് വളരെ വ്യക്തമായ കാര്യമാണ്. അവരെ സംരക്ഷിക്കാനാണ്, മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. ഈ പത്മകുമാറിൽ എത്തിയതിനു ശേഷം അതിനങ്ങോട്ട് കേസിലൊരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്നാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് തിരിഞ്ഞു വളഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പുതിയതായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഓഫീസർ സുധീഷ് കുമാറിന് കോടതി ജാമ്യം നൽകിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തിരുവനന്തപുരത്ത് എത്തിച്ചാണ് ചോദ്യം ചെയ്യുക. മുരാരി ബാബുവിനെ ദ്വാരപാലക കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാള കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളെ 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷ വിജിലൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കോടതി ജാമ്യം നൽകിയില്ല. കട്ടിളപ്പാളി കേസിലെയും ദ്വാരപാലക കേസിലെയും ജാമ്യാപേക്ഷയാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് തള്ളിയത്. സുധീഷിനല്ല, തിരുവാഭരണ കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തമെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജൻ ഹാജരായി. അമൃത ന്യൂസ്, കൊല്ലം. IFFKയിൽ 19 സിനിമകൾക്ക് പ്രദർശനാനുമതിയില്ല. കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയില്ല. പലസ്തീൻ പ്രമേയമായ 4 സിനിമകൾക്കും സ്പാനിഷ് ചിത്രമായ ബീഫിനും ഉൾപ്പെടെയാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. കേന്ദ്ര നിലപാട് ഭയപ്പെടുത്തുന്നതാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും സിനിമയുടെ പേര് നോക്കിയല്ല തീരുമാനമെടുക്കേണ്ടതെന്ന് അടൂർ ഗോപാലകൃഷ്ണനും വിമർശിച്ചു. അനുമതി നിഷേധിച്ചതിനെതിരെ IFFK വേദിയിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായത്.
30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്ന് 19 സിനിമകളാണ് ഒഴിവാക്കപ്പെട്ടത്. കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഈ സിനിമകൾക്ക് സെൻസർ എക്സംഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ഇതേ തുടർന്ന് ഇന്നലെയും ഇന്നുമായി 7 സിനിമകളാണ് പ്രദർശിപ്പിക്കാതിരുന്നത്. പലസ്തീൻ അതിജീവനം പ്രമേയമായ 4 ചിത്രങ്ങൾ, റഷ്യൻ വിപ്ലവം പശ്ചാത്തലമായ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൽ, സ്പാനിഷ് ചിത്രമായ ബീഫ് ഉൾപ്പെടെയാണ് അനുമതി നിഷേധിച്ചത്. അനുമതി നിഷേധിച്ച നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് വേദിയിലുണ്ടായത്. നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു ഇടപെടൽ കേന്ദ്ര INB മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ബാറ്റിൽഷിപ്പ് പോട്ടംകിൻ പോലെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ബാറ്റിൽഷിപ്പ് പോട്ടംകിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് സിനിമ പഠിക്കുന്നത്, സിനിമ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനായി പോരാട്ടം തുടരുമെന്നും അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. അതിനിടെ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ IFFK വേദിയിൽ പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് ഡൽഹിയിൽ ഉജ്ജ്വല സ്വീകരണം. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൻ സ്വീകരണമാണ് മെസ്സിക്ക് ഒരുക്കിയത്. ഗോഡ് ഇന്ത്യ ടൂറിന്റെ ഭാഗമായാണ് മെസ്സി ഡൽഹിയിലെത്തിയത്. മെസ്സിക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനായില്ല. മോദി വിദേശ സന്ദർശനത്തിനായി യാത്ര തിരിച്ചതിനാലാണ് കൂടിക്കാഴ്ച റദ്ദാക്കിയത്. മെസ്സിയുടെ വിമാനം മൂടൽമഞ്ഞ് കാരണം നിശ്ചിത സമയത്തിന് എത്തിയിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 3 നഗരങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് മെസ്സി ഡൽഹിയിലെത്തിയത്. ലൂയിസ് സുവാരസും റോഡ്രിഗോ ഡിപോളും മെസ്സിക്കൊപ്പം ഉണ്ടായിരുന്നു. രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവിലാണ്. അമേരിക്കൻ ഡോളറിനെതിരെ 90 രൂപ 71 പൈസ എന്ന നിലയിൽ. അതേസമയം US ഡോളറിന്റെ മൂല്യം കുറഞ്ഞത് സ്വർണ്ണവിലയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പവന് 99,280 രൂപ എന്ന സർവകാല റെക്കോർഡിലാണ് ഇന്നത്തെ വില. എന്തായാലും ഓഹരി വിപണിയും ഇന്നിപ്പോൾ വൻ തകർച്ചയാണ് നേരിട്ടത്. കഴിഞ്ഞ 15 ദിവസമായി രൂപയുടെ വിനിമയ നിരക്ക് ഇടിവിലാണ്. US വ്യാപാര കരാറിലെ കാലതാമസം, വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെട്ടത്, വർദ്ധിച്ചുവരുന്ന വ്യാപാര കമ്മി എന്നിവയാണ് രൂപയെ തകർക്കുന്ന പ്രധാന ഘടകങ്ങൾ. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 90 രൂപ 71 പൈസ എന്ന നിലയിലാണ്. ഡോളറിനുള്ള ഉയർന്ന ഡിമാൻഡും ഇന്ത്യ US വ്യാപാര കരാറിലെ കാലതാമസവും രൂപയുടെ തകർച്ചയ്ക്ക് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. $1 90 രൂപ 55 പൈസ എന്ന ഡിസംബർ 12 റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് മറികടന്നു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 99,280 രൂപയാണ്. രാവിലെ റെക്കോർഡ് വിലയിലെത്തിയിരുന്നു. വീണ്ടും ഉച്ചയ്ക്ക് വില വർദ്ധിക്കുകയും ചെയ്തു. രാവിലെ 600 രൂപയാണ് വർദ്ധിച്ചത് എങ്കിൽ ഉച്ചയ്ക്ക് 360 രൂപയായി കൂടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5% GST, 3% ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1.5 ലക്ഷത്തിനടുത്ത് വില നൽകണം. അതേസമയം ഓഹരി വിപണിയും ഇന്ന് തകർച്ചയിലാണ്. സെൻസെക്സ് 298.86 പോയിന്റ് കുറഞ്ഞ് 84,968.8-ലും, നിഫ്റ്റി 121.40 പോയിന്റ് കുറഞ്ഞ് 25,925.55-ലുമാണ് വ്യാപാരം നടത്തുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ വിപണിയിൽ ഒരു പ്രധാന തടസ്സമായി തുടരുന്നുവെന്നതും ഇത് അമേരിക്കയിലുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിച്ച് വ്യാപാര കമ്മി കൂട്ടുന്നു എന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഡൽഹിയിൽ വായു മലിനീകരണവും പുകമഞ്ഞും അതിരൂക്ഷമായി തുടരുകയാണ്. പ്രധാന ഇടങ്ങളിലെല്ലാം വായു മലിനീകരണ തോത് 500-നടുത്തെത്തി. അതായത് ഈ സ്റ്റേജ് 4-ൽ ഉൾപ്പെടുന്ന നിയന്ത്രണങ്ങളെല്ലാം ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. 10-12 ക്ലാസ്സുകൾ ഒഴികെയുള്ള ക്ലാസ്സുകളെല്ലാം സ്കൂളിലെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനാക്കി മാറ്റിയിട്ടുണ്ട്. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അതേസമയം 300-ലധികം വിമാന സർവീസുകളെയാണ് ഈ പുകമഞ്ഞ് ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ അപേക്ഷിച്ച് രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമാണ്. പുകമഞ്ഞും കൂടിയതോടെ പലയിടത്തും ദൂരക്കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. കാഴ്ചപരിധി 0 കുറഞ്ഞു. ആനന്ദ് വിഹാർ, അക്ഷർധാം, ദ്വാരക ഉൾപ്പെടെ നിരവധി മേഖലകളിൽ 490-ന് മുകളിലാണ് വായുമലിനീകരണ തോത്. ആകെയുള്ള 38 വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങളിൽ 25 ഇടങ്ങളിലും മലിനീകരണം രൂക്ഷമാണ്. സർക്കാർ ഇതിലൊന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇന്ന് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വായു ശ്വസിക്കുന്ന നഗരനിവാസികൾ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഡൽഹി നിവാസികളാണ് എന്നുള്ളതാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ മറുപടി തന്നിട്ടില്ല. സർക്കാർ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള മെഷേഴ്സും കൈക്കൊള്ളുന്നില്ല.
അതേസമയം മലിനീകരണം കുറയ്ക്കാൻ 4ാം ഘട്ടത്തിലുള്ള നിയന്ത്രണം വായു ഗുണനിലവാര കമ്മീഷൻ ഏർപ്പെടുത്തി. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കൊഴികെ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസുകളാക്കി. LNG, CNG, ഇലക്ട്രിക് എന്നീ വാഹനങ്ങൾക്ക് മാത്രമാണ് രാജ്യതലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലേക്ക് പ്രവേശനമുള്ളത്. BS6 ഡീസൽ വാഹനങ്ങൾക്കും പ്രവേശനം അനുവദിക്കും. അതിനിടെ രൂക്ഷമായ പുകമഞ്ഞ് 300-ലധികം വിമാന സർവീസുകളെ ബാധിച്ചു. ഡൽഹിയിൽ നിന്ന് മാത്രം 40 വിമാന സർവീസുകൾ റദ്ദാക്കി. 4 വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും സ്വഭാവവും മാറ്റാൻ നീക്കം തുടങ്ങി കേന്ദ്ര സർക്കാർ. ബിൽ വൈകാതെ പാർലമെന്റിൽ അവതരിപ്പിക്കും. വികസിത ഭാരത് ജി റാം ജി എന്ന പേരിൽ ആയിരിക്കും തൊഴിലുറപ്പ് പദ്ധതി ഇനി അറിയപ്പെടുക. 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കും. 240 രൂപ പ്രതിദിന വേതനമായി ഉയർത്തും. 2005 തുടങ്ങിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2009 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലായത്. അതിനിടെ BJP MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. രാമന്റെ പേരിൽ പുതിയ പദ്ധതി കൊണ്ടുവരുന്നത് സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമെന്ന് CPM MP V ശിവദാസൻ ആരോപിച്ചു. തകർക്കുന്നതും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് യൂണിയൻ ഗവൺമെന്റ് നൽകേണ്ടുന്ന വിഹിതം 100% വേതന വിഹിതം യൂണിയൻ ഗവൺമെന്റ് നൽകേണ്ടതായിരുന്നു. എന്നാൽ അത് സംസ്ഥാനങ്ങളുടെ മുകളിലേക്ക് ഇടുക, ഫെഡറൽ സ്ട്രക്ചറിനെ തകർക്കുക എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ മുകളിൽ അധിക ബാധ്യത ഏൽപ്പിക്കുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമായിട്ട് ആണ് നിലവിൽ അവർ MGNREG പദ്ധതിയെ മാറ്റി തീർക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന മാറ്റങ്ങൾ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെപ്പോലും തുരങ്കം വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. സംസ്ഥാനങ്ങൾക്കുമേൽ വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് ബില്ലിന്റെ ഉള്ളടക്കമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും ബില്ലിലൂടെ കേവലം പേരുമാറ്റം മാത്രമല്ല ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയാണ്. ബിൽ നിയമമാകുന്നതോടെ കേരളത്തിനുള്ള ബജറ്റ് വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു.